ഹലോ മോട്ടോ G05. സോ മോട്ടോയുടെ സെഗ്മെൻറ്റിൽ നിന്നുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ നിങ്ങളൊരു 10,000 ബിലോ ഒരു സ്മാർട്ട് ഫോൺ നോക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് അൺബോക്സ്. പുറഞ്ചായിട്ട് വച്ചേക്കുക. സോ ഫസ്റ്റ് തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്. കേസൊക്കെ ഇട്ടിരിക്കണ ഫോണോ? ആദ്യമായിട്ടാലോ? ഓക്കെ, ഫോൺ മാറ്റിയേക്കാം. ബാക്കി പിന്നെ നമുക്കിതിനകത്ത് യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതുണ്ട്. ആൻഡ് ചാർജ് അഡാപ്റ്ററും പിന്നെ ഒരു സി ടൈപ്പ് കേബിളുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് 10 വാട്ടിൻ്റെ കേട്ടോ. നമുക്ക് 18 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. സോ ബോക്സ് കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഫോൺ. ശരിക്കും കേസ് ഇട്ട് നമുക്ക് വരാറില്ല, പക്ഷെ എന്തോ ഈ ഒരു ബോക്സിൽ കേസ് ഇട്ട് തന്നെ വന്നതാണ്. അപ്പോൾ നോർമൽ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ്. ആൻഡ് നമുക്കിതിനകത്തൊരു വീഗൻ ലെതറാണ് നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് ബാക്കിലുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഫോൺ, ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിലുള്ള സാധനം ആദ്യം പൊളിച്ച് കളയാം. സോ അത്യാവശ്യം സ്ലിമ്മും ആണ്. ഇപ്പോൾ 5200 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ടൈപ്പ് സി ചാർജിങ് പോർട്ട് ആൻഡ് സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നൽകിയിട്ടുള്ളത്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് ഓഡിയോ ജാക്ക് കാര്യങ്ങൾ മിക്ക ഫോൺസിലും അവൈലബിൾ അല്ല, പക്ഷേ ഇതിനകത്ത് നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. ആൻഡ് സിം ഇജക്ടർ ട്രേ, റൈറ്റ് സൈഡിൽ ലോക്ക് സ്വിച്ച്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച്. ഇത്രയാണ് നമുക്ക് ഈ ഒരു നോക്കുവാണെങ്കിൽ. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു സൈഡ് സ്വിച്ചസ് ആൻഡ് പാനലിൻ്റെ പോർഷനിലുള്ളത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബോക്സി ഡിസൈൻ പോലെയാണ് നൽകിയിട്ടുള്ളത്. സോ ഇൻ ഹാൻഡ് ഫീലും നല്ല കംഫർട്ടബിൾ തന്നെയാണ്. സോ ടേൺ ഓൺ ആക്കി നോക്കാം. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈസ് നമുക്ക് ടേൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈഫൈ കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ കുറേ ബ്ലോഡ് വയേഴ്സ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അപ്പ് സ്റ്റോക്സ്, അതുപോലെ ക്യാൻഡി ക്രഷ്, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, പിന്നെ കുറച്ച് ഗെയിംസ് അതേപോലെയുള്ള കാര്യങ്ങൾ ഓട്ടോ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല നൽകിയിട്ടുള്ളത്, ഓട്ടോയുടെ തന്നെ UE ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ കുറച്ച് അധികം ബ്ലോഡ് വയേഴ്സ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ പോർഷൻ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. 1000 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നൽകിയിട്ടുണ്ട്. അപ്പം സോ നമ്മൾ അത്യാവശ്യം വെയിലുള്ള സിറ്റുവേഷനിൽ പുറത്ത് പോയാലും ഡിസ്പ്ലേ പോർഷനിൽ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ഇഷ്യൂ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ആൻഡ് ബസൽസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബസൽസ് ഉണ്ട്. സോ ഒരു 7000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലുള്ള ആ ഒരു ബസൽസ് കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ക്യാമറയുടെ പോർഷനിൽ നമുക്ക് ഇതിനകത്തൊരു 50 MB ഒരു ക്യാമറയാണ് നൽകിയിട്ടുള്ളത്, പ്രൈമറി ലെൻസ്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് 8 MB ആണ് നൽകിയിട്ടുള്ളത്. സോ ഒരു അത്യാവശ്യം മോശമല്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പോർട്രേറ്റ് ഇമേജ് അതേപോലെ തന്നെ നോർമൽ ഇമേജസൊക്കെയും ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ക്യാമറ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്പീക്കറിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിട്ടുള്ളത്. വിത്ത് നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ നൽകിയിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതും ഓരാഞ്ഞിട്ട് നമുക്ക് ഡോൾബി അറ്റ്മോസ് നൽകിയിട്ടുണ്ട്. സോ ആ ഒരു പോർഷനിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോയുടെ ഫോൺ നോക്കുമ്പോൾ. ആൻഡ് നമുക്ക് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ നോക്കാം, സ്പീക്കർ സൗണ്ട് എങ്ങനെയാണെന്ന്.
സോ ഒട്ടും മോശമല്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ ഇറ്റ്സ് വർത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വരുന്നത് 4GB LPDDR4X റാമാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് നമുക്കിതിനകത്ത് 64GB ഒരു UFS 2.2 സ്റ്റോറേജുമാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ 64GB ആണ് മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ്. പിന്നെ നമുക്ക് ആ ഒരു റാം എക്സ്റ്റൻഷൻ ഓപ്ഷൻ അത് നൽകിയിട്ട് നമുക്ക് 12GB വരെ റാം എക്സ്റ്റൻഷൻ ചെയ്യാം. പക്ഷേ റാം എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു യൂസേജ് സ്പേസ് ആണ് പോകുന്നത്. ഇപ്പോൾ 64GB എന്നാണ് ആ ഒരു സ്പേസ് എടുക്കുന്നത്. സോ ജസ്റ്റ് ഓപ്ഷണലായിട്ട് പറഞ്ഞു എന്നുള്ളത്. ഇനി ഈ ഒരു മോഡൽ നമുക്ക് ഫേസ് അൺലോക്കും അതുപോലെ തന്നെ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റും വരുന്നുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്തു. സ്പീഡ് കാര്യങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. നമുക്ക് ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസ് ചെയ്യാൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ബാറ്ററിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 5200 mAh ഒരു ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. 10 വാട്ടിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സോ ഇതിനകത്ത് നമുക്കൊരു 18 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു 8 വാട്ടിൻ്റെ ചാർജർ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇതിനകത്ത് ആ ഒരു ടർബോ ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നോർമൽ യൂസേജിൽ നിങ്ങൾക്ക് മോർ ദാൻ 1 ഡേ ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ ഡീസൻ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി കണക്ടിവിറ്റിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എനിക്ക് പറയാനുള്ളത്. 5G സ്മാർട്ട് ഫോൺ അല്ല. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് ഒരു 7000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 4G സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. സോ 4G സ്മാർട്ട് ഫോൺ ആണെന്നുള്ളത് ഫസ്റ്റേ നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ. ആൻഡ് ഇതിനകത്ത് സ്റ്റോക്കായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് 15 ആണ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതിനകത്ത് 2 ഇയറിൻ്റെ ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആൻഡ്രോയിഡ് 15 നമുക്ക് ഇതിനകത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇനി 2 ഇയറിലേക്ക് അവർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ക്ലെയിം ചെയ്തിട്ടുള്ളത് മോട്ടോയുടെ പോർഷനിൽ നിന്ന്. ആൻഡ് ഈ ഒരു മോഡലിൻ്റെ പ്രൊസസ്സറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് MediaTekൻ്റെ G81 എന്ന് പറഞ്ഞ എക്സ്ട്രീം പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ G81 തന്നെ എക്സ്ട്രീം എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രൊസസ്സറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് കാര്യങ്ങളും ഒരു ഓൾറൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണിൻ്റെ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊസസ്സർ തന്നെയാണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഈവൻ ആ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള ഗെയിമിംഗ് വീഡിയോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു നോർമൽ ഒരു ഗെയിമർ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസൊക്കെ ഈ ഒരു പ്രൊസസ്സർ ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മോട്ടോ G04 എന്ന് പറഞ്ഞാൽ ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ക്യാമറ പോർഷൻ നോക്കുകയാണെങ്കിൽ അറ്റ് ദീസ് പ്രൈസ് റേഞ്ച് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. മാറക ക്യാമറ എന്നൊന്നും ഞാൻ പറയില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഡിസ്പ്ലേയുടെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അത്യാവശ്യം മോശമല്ലാത്തൊരു പെർഫോമൻസും എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് ഡോൾബി അറ്റ്മോസ് ഒക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് വർത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6999 രൂപയാണ്. അപ്പോൾ നിങ്ങളൊരു ബിലോ 7000 ഈവൻ 7000 ആ റേഞ്ചിലാണ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പരിഗണിക്കാവുന്നതാണ്. കാരണം ആ ഒരു റേഞ്ചിൽ യൂണിസോക്ക് പോലുള്ള പ്രൊസസ്സറാണ് വരുന്നത്. MediaTekൻ്റെ തന്നെ ഹീലിയോ G81 എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയൊരു ഈവൻ നിങ്ങൾക്കൊരു നോർമൽ ഗെയിംസ് എല്ലാം കളിക്കാൻ പറ്റിയതും ഡേ ടു ഡേ ലൈഫിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ കിട്ടുന്നത്. 2 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5200 mAh ബാറ്ററി അത് വിത്ത് C ടൈപ്പ് ചാർജിങ് ആണ് നൽകിയിട്ടുള്ളത്. 10 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് ഈ ഒരു മോഡലും നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദിസ് പ്രൈസ് റേഞ്ച് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരെ നമുക്ക് സപ്പോർട്ട് ആവും. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് 10 വാട്ടിൻ്റെ ഒരു ചാർജറാണ് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു 7000 രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓർത്ത് വയ്ക്കുക, ദിസ് ഇസ് എ 4G സ്മാർട്ട് ഫോൺ. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ടൈം റേഞ്ചിൽ 4G സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് ഒട്ടും റെക്കമെൻഡഡ് അല്ല ഞാൻ. സോ ഇത്രയൊക്കെ തന്നെയാണ് മോട്ടോ G05ൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. സോ ഈ ഒരു മോഡലിനെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നവരെ സീ യു ദെൻ, ബൈ.